Hi friends, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബാത്ത് പൗഡർ ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ബാത്ത് പൗഡർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകൾ കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരുപാട് ഗുണങ്ങൾ ചർമ്മത്തിന് നൽകാൻ കഴിവുള്ള ഒന്നാണ് ചെറുപയർ അല്ലെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ടുള്ള ബാത്ത് പൗഡേഴ്സ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പണ്ടുകാലം മുതൽ ഉപയോഗിക്കുന്നതാണ്. കഴുകി ഉണക്കിയ ചെറുപയറാണ് നമുക്ക് അതിനായിട്ട് വേണ്ടത്. നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. 3 ടേബിൾ സ്പൂൺ ചെറുപയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ചർമ്മം തിളങ്ങുന്നതിനും ചെറുപ്പമായിരിക്കാനും ഒക്കെ പറ്റിയ ഒന്നാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതൊരു നല്ലൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം, ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം, ബാത്ത് പൗഡറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ചെറുപയർ ഏജിങ് സൈൻസ് ഒക്കെ തടയാനായിട്ടും അതുപോലെ സ്കിൻ ടൈറ്റായിട്ട് നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് ആണ്. ചർമ്മത്തിൻ്റെ റെഡ്നെസ് അതുപോലെ ഡ്രൈനെസ് ഇതൊക്കെ മാറ്റാനായിട്ട് പറ്റിയ നല്ലൊരു ബാത്ത് പൗഡർ തയ്യാറാക്കാനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഓട്സ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഓട്സ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ചൂടുകുരു പോലുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഓട്സ് പൊടിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെറുപയർ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഓട്സും കൂടി ചേർത്ത് ഒന്നും കൂടി പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ മിക്സിയിൽ അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. റോസ് പെറ്റൽസ് നമ്മൾ ഉണക്കിയതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളിത് പൊടിക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ തുളസിയുടെ നീമിൻ്റെ ഒക്കെ ലീവ്സ് ഉണക്കിയതുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടികളായിട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് വീണ്ടും പൊടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ബാത്ത് പൗഡറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ 1, 2 അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിൾ സ്റ്റെപ്പിൽ നമുക്ക് ബാത്ത് പൗഡർ തയ്യാറാക്കാം. ഞാനിവിടെ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൗഡർ വാങ്ങിയിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഇതിന് പകരം നമുക്ക് ചന്ദനത്തിൻ്റെ പൊടി, ഓറഞ്ച് പീൽ പൗഡർ ഇതൊക്കെ ചേർക്കാം. നമ്മുടെ സ്കിന്നിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് നമുക്ക് ഏതാണോ കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അത് നമുക്ക് പൗഡർ ഫോമിൽ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളുടെ പൊടിയോ അല്ലെങ്കിൽ സാദാ മഞ്ഞൾപ്പൊടിയോ ചേർക്കാവുന്നതാണ്. അപ്പോൾ ആണുങ്ങളൊക്കെ ആണെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വായു കടക്കാത്ത ഒരു കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ജലാംശമൊന്നും ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ സെൻസിറ്റീവ് ടൈപ്പ് സ്കിന്നുകാരും ഒക്കെ ബാത്ത് പൗഡർ ഉപയോഗിക്കുമ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. സ്ക്രബായിട്ട് യൂസ് ചെയ്യുമ്പോൾ അരിച്ചെടുക്കാതെ വേണം ഉപയോഗിക്കാൻ. നമ്മുടെ ചർമ്മത്തിന് അലർജിയൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കറിയാൻ പറ്റുമല്ലോ. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ബാത്ത് പൗഡർ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുഖക്കുരു, പാടുകൾ ഒക്കെയുള്ള ചർമ്മക്കാരാണെങ്കിൽ ഉണക്കനെല്ലിക്ക പൊടിച്ചത് ഈ ബാത്ത് പൗഡർ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വളരെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു റെമഡി കൂടിയായിരിക്കും അത്. അപ്പോൾ കൂടിയ അളവിൽ ബാത്ത് പൗഡർ ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ കൂടുതൽ അളവിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടിരുന്നോളും. ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ തേങ്ങാപ്പാലിലോ തൈരിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ നമ്മുടെ ചർമ്മത്തിന് യോജിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഇത് നമുക്ക് സോപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാം. സോപ്പ് അലർജി ഉള്ളവർക്കും ചർമ്മ പ്രശ്നങ്ങളുള്ളവർക്കും എക്സിമ പോലുള്ള പ്രശ്നങ്ങളിലെ തുടക്കക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചെയ്തിട്ടുള്ള കൊച്ചു ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.